ഹലോ ഗൈസ്. അപ്പം ഞാനമ്മ രാവിലെ ഈ ഹോട്ടലിരിക്കുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നല്ലൊരു ദോശ തട്ടാനും ഒരു ബൂസ്റ്റ് കുടിക്കാനുമായിട്ടോ. വേറെ ഒന്നിനുമല്ല, നമുക്ക് നല്ല എനർജി വേണം. കാരണം നമ്മളിന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ടണ്ടടേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആശ്രമംസിന് മുന്നിലാട്ടോ. അപ്പോൾ വേറെ ഒന്നിനുമല്ല, എൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നതാണ്. അതായത് ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. അവിടെ ചെന്നപ്പോൾ അതിനേക്കാളും ടെൻഷൻ കൂടി. കാരണം ഇതാണ് അവസ്ഥ, ഒരുപാട് ആൾക്കാർ അവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഹോൾ ഫുള്ള് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് മണ്ടത്തൊരു അബദ്ധവും നമുക്ക് പറ്റി. അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. അപ്പം ഇനി എനിക്ക് പറ്റിയ അബദ്ധം പറയാം കേട്ടോ. വേറെ ഒന്നുമില്ല, അയ്യോ ഒരു ചേട്ടനല്ല കേട്ടോ എനിക്ക് പറ്റിയ അബദ്ധം. എനിക്ക് ഇവിടെ നിന്നിട്ട് നല്ലൊരു ഫ്രണ്ടാണ്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നല്ല, ഇന്നല്ല ഗായ്സ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞുപോയി. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആൻഡ് നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഒറ്റ ആളുണ്ടായിരുന്നുള്ളൂ ഇവിടെ എൻ്റെ BSc നഴ്സിംഗ് ഇൻ്റർവ്യൂവിന്. ബാക്കിയുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വേറെ പല കോഴ്സിനുമായിട്ടാണ് വന്നിരുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തിലിറങ്ങി വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിരിക്കുന്ന ഇരിപ്പാണ് നിങ്ങളീ കാണുന്നത്. നല്ലൊരു കോഴിക്കോടൻ ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ട്. സോ ആ ആഗ്രഹം വെറുതെ വെച്ചില്ല, കഴിക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് വയറൊക്കെ നിറച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് ടാറ്റാ ബൈ ബൈ പറയാം കേട്ടോ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം ഈ കോഴിക്കോട് നിന്നെങ്കിലും ആകെ മിംസും 2 ചായക്കടയും മാത്രമേ കണ്ടുള്ളൂ. സോ ബൈ.